ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധങ്ങളുമാണ്. വരുന്ന LDC എക്സാമിന് അതുപോലെ തന്നെ LGS എക്സാമുകൾക്കും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഏത് വർഷം? ഓപ്ഷൻസ് 1929-31, 1930-31, 1924 മുതൽ 25 വരെ, 1928-29. ആൻസർ ഓപ്ഷൻ ബി 1930-31 കാലഘട്ടങ്ങളിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1930-31. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം നേടുന്നതിനായി 1931 നവംബർ 1 മുതലാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1 മുതൽ. സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. അതുപോലെ തന്നെ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. സത്യാഗ്രഹത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നത് P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. അതുപോലെ തന്നെ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഗുരുവായൂരാണ്. അടുത്തത്, കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് G ശങ്കരക്കുറുപ്പ്, ബഷീർ, ONV കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള. ആൻസർ ഓപ്ഷൻ ഡി തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കേരളത്തിലെ മോപ്പ് സോങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കൃതിയാണ് തലയോട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നറിയപ്പെടുന്നത് ഓർമ്മയുടെ തീരങ്ങളിലാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഓപ്ഷൻസ് പാലക്കാട്, ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഈ ഇടയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ആയത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വടക്കേ അറ്റത്തെ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. അടുത്തത്, പടയണി ഏത് ജില്ലയുടെ അനുഷ്ഠാന കലാരൂപമാണ്? പടയണി ഏത് ജില്ലയുടെ അനുഷ്ഠാന കലാരൂപമാണ്? ഓപ്ഷൻസ് കാസർഗോഡ്, പത്തനംതിട്ട, കണ്ണൂർ, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ ബി പത്തനംതിട്ട. പടയണി പത്തനംതിട്ട ജില്ലയുടെ അനുഷ്ഠാന കലാരൂപമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ അനുഷ്ഠാന കലാരൂപമാണ് യക്ഷഗാനം. കണ്ണൂർ ജില്ലയുടെ അനുഷ്ഠാന കലാരൂപം തെയ്യമാണ്. പാലക്കാട് ജില്ലയുടെ അനുഷ്ഠാന കലാരൂപം കണ്യാർകളിയാണ്. തൃശ്ശൂർ ജില്ലയുടെ അനുഷ്ഠാന കലാരൂപമാണ് ചോഴക്കളി. ആലപ്പുഴ ജില്ലയുടെ അനുഷ്ഠാന കലാരൂപം അർജുന നൃത്തമാണ്. കോട്ടയം ജില്ലയുടെ അനുഷ്ഠാന കലാരൂപം മാർഗം കളിയാണ്. അടുത്തത്, കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആര്? കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ഓപ്ഷൻസ് ജയന്തി പട്നായക്, P വത്സല, സുഗതകുമാരി. ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ സി സുഗതകുമാരി. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണാണ് സുഗതകുമാരി. അതുപോലെ തന്നെ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. കേരള വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണാണ് ജയന്തി പട്നായക്. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. അടുത്തത്, ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം ഏത് വൻകരയെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം ഏത് വൻകരയെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക. ആൻസർ ഓപ്ഷൻ എ യൂറോപ്പ്. ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം സൂചിപ്പിക്കുന്ന വൻകര യൂറോപ്പാണ്. അതുപോലെ തന്നെ
മഞ്ഞ സൂചിപ്പിക്കുന്നത് ഏഷ്യ വൻകരയാണ്, പച്ച സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ വൻകരയാണ്, അതുപോലെ തന്നെ കറുപ്പ് സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക, ചുവപ്പ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുമാണ്. 5 വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൻ്റെ പതാകയുടെ നിറമെന്നറിയപ്പെടുന്നത് വെള്ള നിറമാണ്. അടുത്തത് കേരള നിയമസഭയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരള നിയമസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻസ്: അച്യുത മേനോൻ, ടി.എ. മജീദ്, ടി.വി. തോമസ്, ജോസഫ് മുണ്ടശ്ശേരി. ആൻസർ ഓപ്ഷൻ ഡി, ജോസഫ് മുണ്ടശ്ശേരി. കേരള നിയമസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ തന്നെ 1971 നിലവിൽ വന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് കണ്ടശാൻ കടവാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം തൃശ്ശൂരിലെ കണ്ടശാൻ കടവാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പുക്കാവിലാണ്. അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ എന്നറിയപ്പെടുന്നത് കൊഴിഞ്ഞ ഇലകളാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചതും ജോസഫ് മുണ്ടശ്ശേരിയാണ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജോസഫ് മുണ്ടശ്ശേരി. കേരള നിയമസഭയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ സഹകരണ മന്ത്രിയും ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്തത് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓപ്ഷൻസ്: ലിയോൺ ഫുക്കാൾട്ട്, ക്രിസ്ത്യൻ ഹൈജൻസ്, ഐസക് ന്യൂട്ടൺ, ഹെൻറിച്ച് ഹെർട്സ്. ആൻസർ ഓപ്ഷൻ ബി, ക്രിസ്ത്യൻ ഹൈജൻസ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ ഹൈജൻസ്. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെർട്സ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. അതുപോലെ തന്നെ പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ വേഗം ഏറ്റവും കൂടുതലുള്ള, അതായത് വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഓപ്ഷൻസ്: പാമ്പാടും ചോല, സൈലൻറ്റ് വാലി, പെരിയാർ വന്യജീവി സങ്കേതം, ആനമുടി ചോല. ആൻസർ ഓപ്ഷൻ സി, പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം നിലവിൽ വന്നത് 1978 വരയാടുകളുടെ നാട് എന്നും ഇരവികുളം ദേശീയോദ്യാനം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രാജമല ദേശീയോദ്യാനം എന്നും ഇരവികുളം ദേശീയോദ്യാനം അറിയപ്പെടുന്നുണ്ട്. വരയാടുകൾ അറിയപ്പെടുന്നത് നീലഗിരി താർ എന്നാണ്. ദേശീയോദ്യാനത്തിലെ വരയാടുകൾ അറിയപ്പെടുന്നത് നീലഗിരി താർ എന്നാണ്. അടുത്തത് ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം എവിടെ? ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻസ്: മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ. ആൻസർ ഓപ്ഷൻ എ, മുംബൈ. ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. അതുപോലെ തന്നെ ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. സത്യാർത്ഥ പ്രകാശം രചിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്നറിയപ്പെടുന്നത് മൂൾ ശങ്കറാണ്. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻസ്: കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ ഡി, തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് സർദാർ KM പണിക്കറാണ്. ആദ്യ സെക്രട്ടറി പാല നാരായണൻ നായരാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം എന്നിവ. ആപ്തവാക്യം എന്നറിയപ്പെടുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം മലയാണ്മയുടെ സർഗ കവാടം എന്നാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം മലയാണ്മയുടെ സർഗ കവാടം. അടുത്തത് ലോക ജലദിനം എന്ന്. ലോക ജലദിനം. ഓപ്ഷൻസ്: മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24. ആൻസർ ഓപ്ഷൻ ബി, മാർച്ച് 22. ലോക ജലദിനം വരുന്നത് മാർച്ച് 22. മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനമാണ്. മാർച്ച് 8 വരുന്നത് അന്തർദേശീയ വനിതാ ദിനം. മാർച്ച് 15 ഉപഭോക്തൃ ദിനമാണ്. മാർച്ച് 15 വരുന്നത് ഉപഭോക്തൃ ദിനം.
മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥ ദിനമാണ്. മാർച്ച് 24 ക്ഷയരോഗ ദിനമാണ്. അടുത്തത് പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻസ് 73-ാം ഭേദഗതി, 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 80-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ എ 73-ാം ഭേദഗതി. 73-ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത്. പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് 1993-ലാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഭരണം സംവിധാനം നടപ്പിലാക്കിയത് 1959-ൽ രാജസ്ഥാനിലാണ്. ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമമനുസരിച്ച് ഭരണസമിതികൾ അധികാരത്തിൽ വന്നത് 1995 ഒക്ടോബർ 2-നാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഓപ്ഷൻസ് 1750, 1688, 1789, 1857. ആൻസർ ഓപ്ഷൻ സി 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789-ലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റൂസോ ആണ്. അതുപോലെ തന്നെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായാണ്. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോയുടെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അടുത്തത് ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത ആര്? ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത. ഓപ്ഷൻസ് അക്കാമ ചെറിയാൻ, സുജാത കൃപലാനി, KR ഗൗരിയമ്മ, ഫാത്തിമ ബീവി. ആൻസർ ഓപ്ഷൻ ബി സുജാത കൃപലാനി. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിതയാണ് സുജാത കൃപലാനി. 1963-67 കാലഘട്ടങ്ങളിൽ ഉത്തർപ്രദേശിലാണ് സുജാത കൃപലാനി മുഖ്യമന്ത്രിയായത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് നന്ദിനി സത്പതിയാണ്. ഒഡീഷയിലാണ് 1972-76 വരെ. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ മുസ്ലിം വനിത എന്നറിയപ്പെടുന്നത് സയ്യിദ് അനവോഗ തൈമൂറാണ്. ആസാമിൽ 1980-81 കാലഘട്ടങ്ങളിൽ. മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിത എന്നറിയപ്പെടുന്നത് മായാവതിയാണ്. ഉത്തർപ്രദേശിലാണ് മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിതയാണ് മായാവതി. അടുത്തത് ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻസ് മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഫോമിക് ആസിഡ്, സിട്രിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. അതുപോലെ തന്നെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. ഓപ്ഷൻസ് പാലക്കാട് ചുരം, താമരശ്ശേരി ചുരം, ആര്യങ്കാവ് ചുരം, പേരമ്പാടി ചുരം. ആൻസർ ഓപ്ഷൻ എ പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ഗ്യാപ്പിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അതുപോലെ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്നറിയപ്പെടുന്നത് NH-66ആണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH-66. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ ചുരത്തിന് ഏകദേശം 30 കിലോമീറ്ററോളം വീതിയുണ്ട്. അടുത്തത് ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. ഓപ്ഷൻസ് കരൾ, വൃക്ക, ഹൃദയം, ശ്വാസകോശം. ആൻസർ ഓപ്ഷൻ ബി വൃക്ക. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. അതുപോലെ തന്നെ 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് നെഫ്രൈറ്റിസ് എന്നറിയപ്പെടുന്നത്. ലോക വൃക്ക ദിനം മാർച്ച് 8-ാം തീയതിയാണ്. വൃക്കകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫ്രോളജിയാണ്. മനുഷ്യശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. ശരീരത്തിൽ ജലത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന അവയവം കൂടിയാണ് വൃക്ക. വൃക്കയിലെ കല്ല് രാസപരമായി കാൽസ്യം ഓക്സലേറ്റ് എന്ന് അറിയപ്പെടുന്നു.
അടുത്തത് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്ര കിലോമീറ്റർ? ഓപ്ഷൻസ് 520 കിലോമീറ്റർ, 560 കിലോമീറ്റർ, 580 കിലോമീറ്റർ, 550 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ സി 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിസ്തീർണം എന്നറിയപ്പെടുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം ഉള്ള ജില്ലകളുടെ എണ്ണം 9 ജില്ലകളാണ്. അതുപോലെ തന്നെ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ജില്ലകളുമാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഓപ്ഷൻസ് ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, ഹോക്കി. ആൻസർ ഓപ്ഷൻ ഡി ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. അതുപോലെ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദാണ്. ഇന്ത്യൻ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയിട്ടുള്ളത് ഹോക്കിയിലാണ്. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായി ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മുൻവർഷങ്ങളിൽ PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.